കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് യാതൊരുവിധ ഡൊണേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. +2 മികച്ച മാർക്കുള്ളവർക്കും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈ സ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി. അക്യുനാസ് കോളേജിൽ റോഡ് ടു ഗ്ലോറി വേൾഡ് കപ്പ് സംഘടിപ്പിച്ചു. ഇടക്കൊച്ചി അക്യുനാസ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വകുപ്പ് മേധാവി ഡോക്ടർ ഷാജി ജോസിന്റെ നേതൃത്വത്തിൽ റോഡ് ടു ഗ്ലോറി വേൾഡ് കപ്പ് എന്ന പേരിൽ കായിക ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കോളേജ് മാനേജർ റവറൻ ഡോക്ടർ ഡേവിഡ് നാനാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജോസഫ് ജോൺ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ടാനിയ ജോൺ, റവറൻ ഫാദർ ഫ്രാൻസിസ് സേവിയർ, പ്രോക്കുറേറ്റർ ആന്റണി അച്ചൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ലോകം മുഴുവൻ ഈ ഫുട്ബോളിലേക്ക് കണ്ണുനട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. അക്വിനാസ് കോളേജും അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും വലിയൊരു പദ്ധതിയുടെ ചുവട് പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. ലഹരി മരുന്ന് ലഹരിയല്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക്, അതിനേക്കാൾ അപ്പുറം കായിക വേദികളാണ് ലഹരികളാക്കേണ്ടതെന്നുള്ള വലിയ ചിന്തയിലേക്ക് ഒരുമിച്ച് ചേരുമ്പോൾ ലഹരി നമ്മളെ നശിപ്പിക്കുമെങ്കിൽ കായിക മേഖല നമ്മളെ പുരോഗമനത്തിലേക്കും വളർച്ചയിലേക്കും കൊണ്ടുപോകുമെന്നുള്ള വലിയ സത്യത്തിൻ്റെ തിരിച്ചറിവിലാണ് ഇന്ന് ഈ അക്വിനാസ് കോളേജിലെ ചുണക്കുട്ടന്മാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചിയർ ഗേൾസും ഒക്കെ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നത്. കൊച്ചി അക്വിനാസ് കോളേജിൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ആഭിമുഖ്യത്തിൽ ഇന്ന് വേൾഡ് കപ്പ് ഫിനാലയുടെ ഫൈനൽ മത്സരങ്ങൾ അർജൻറ്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനൽ മത്സരം നടക്കുകയാണ്. എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും ജേഴ്സി അണിഞ്ഞുകൊണ്ട്, ഇരു ടീമിൻ്റെയും ജേഴ്സി അണിഞ്ഞുള്ള ആവേശകരമായ മത്സരമായിരുന്നു. അതിന് ഒരു സന്ദേശമുണ്ട്, നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു സ്പോർട്സ്. അതാണ് സന്ദേശം. രാവിലെ ആ പതാക അനാച്ഛാദനം ചെയ്തുകൊണ്ട് മാനേജർ ഉദ്ഘാടനം ചെയ്തു. അതിൽ ആദ്യ സംഭവം കാണിക്കുന്നത് ഈ ഒരു പതാകയുടെ കീഴിൽ എല്ലാവരും ഒരുമയോടും ഐക്യത്തോടും നിൽക്കുന്ന ഒരു അനുഭവമാണ്. എനിക്ക് പ്രിൻസിപ്പൽ എന്ന രീതിയിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ അധ്യാപകരും തന്നെ ജേഴ്സി അണിഞ്ഞ് നിൽക്കുന്നതും ഒരുമിച്ച് ഐക്യത്തോടെ മുന്നേറുന്നതും ഒക്കെ ഈ ലോകകപ്പ് നൽകുന്ന ഒരു സന്ദേശമാണ്. ആ സന്ദേശം ഞങ്ങൾ അക്വിനാസ് കോളേജ് കയ്യിലേക്ക് എടുക്കുകയാണ്. അതൊരു വൻ വിജയമാണ് എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുന്നു. ഇതുപോലുള്ള എല്ലാ സംരംഭങ്ങളും ഇനി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. വേൾഡ് കപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുന്ന അർജന്റീന, സ്പെയിൻ ടീമുകളെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥികൾ സൗഹൃദ ഫുട്ബോൾ മത്സരം അവതരിപ്പിച്ചു. ഫ്ലാഷ് മോബ്, ഷൂട്ടൌട്ട് മത്സരം, കായിക പ്രകടനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ പരിപാടികളും അരങ്ങേറി. വിദ്യാർത്ഥികളുടെ ആവേശകരമായ പങ്കാളിത്തം പരിപാടിക്ക് കൂടുതൽ മാറ്റുകൂട്ടി. ലോകം ഫുട്ബോളിലേക്ക് എന്ന സന്ദേശത്തോടൊപ്പം സേ യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന ലഹരി വിരുദ്ധ സന്ദേശവും പരിപാടിയുടെ മുഖ്യപ്രമേയമായി ഉയർത്തിക്കാട്ടി. കായിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും യുവജനങ്ങൾ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും ലഹരി ഉപയോഗത്തിനെതിരായ സാമൂഹിക ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള വേദിയായി റോഡ് ടു ഗ്ലോറി വേൾഡ് കപ്പ് പരിപാടി ശ്രദ്ധേയമായി. കോളേജ് മാനേജ്മെന്റ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ഒന്നിച്ചു ചേർന്ന് പരിപാടി വിജയകരമാക്കി.